വീണ്ടും നമ്മുടെ ഫേവറേറ്റ് സാധനം ഏതാ? സർവീസ് കോസ്റ്റ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഓരോന്ന് തുടങ്ങുമ്പോൾ നമ്മൾ പറയുന്നത് ഫേവറേറ്റ്. മക്കളെ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോളിഡേ ഹോംസ് ആണ് ഇത് അക്കോഡ ലിമിറ്റഡ്. കേട്ടില്ലേ ഞങ്ങള്? ഇല്ല, ഞാനത് ആദ്യത്തെ കേൾക്കുന്നത്. ഹോം എവിടെയാണ്? ഹിൽ സ്റ്റേഷനിലാണുള്ളത്. ഓക്കെ, ഇവിടെ ഇറ്റ് ഹാസ് 3 types of suite for its customers with capacity of 200 സിംഗിൾ റൂം ഉണ്ട്, 100 ഡബിൾ റൂം ഉണ്ട്, 60 ട്രിപ്പിൾ റൂം. ഓക്കെ അല്ലേ? അപ്പോൾ സിംഗിൾ റൂം പറഞ്ഞാൽ ഒരാൾക്ക് എടുക്കാൻ പറ്റുന്നു, ഡബിൾ റൂം പറഞ്ഞാൽ 2 ആൾക്ക് എടുക്കും, ട്രിപ്പിൾ റൂം പറഞ്ഞാൽ. The average occupancy of single, double and triple room 80, 60. സിംഗിൾ റൂമിൽ എത്ര ഓക്യുപ്പൻസി ഉള്ളത്? 80%. ഡബിൾ റൂമിന് എത്രയാണ്? 80. പിന്നെ ട്രിപ്പിളിന് എത്രയാണ്? 60. ശ്രദ്ധിക്കണം, ചെറിയ ക്വസ്റ്റ്യനാണ്, കുറച്ച് പണികൾ എടുക്കാണ്ടോ. ദ റെന്റ് ഓഫ് സ്വാഭാവികമല്ലേ, ചെറിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആൻസർ എന്ത് ചെയ്യും? കൂടും. ചില ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? കൂടുതൽ ആൻസർ എന്ത് ചെയ്യും? കുറയും. മിക്കവാറും ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ക്വസ്റ്റ്യനും കൂടുതലായിരിക്കും, ആൻസറും കൂടുതലായിരിക്കും. അതായിരിക്കും അങ്ങനെ നമ്മൾ കാണുന്നത് കൂടുതലും. ശ്രദ്ധിച്ചോ, ഇവിടുത്തെ ഏറ്റവും ട്രിക്കി ആയിട്ടുള്ള സാധനമാണ് മാഷ് അണ്ടർലൈൻ ചെയ്യാൻ പോകണം. റെഡി അല്ലേ? റെന്റ് ഓഫ് ഡബിൾ റൂം എന്ന് പറഞ്ഞാൽ ഫിക്സ് ചെയ്യുന്നത് 125% ഓഫ് ഏതാണ്? ട്രിപ്പിൾ റൂം. അങ്ങനല്ല, റെന്റ് ഫോർ ഡബിൾ റൂം ഹാസ് ബീൻ ഫിക്സ്ഡ് അറ്റ് 125%. അങ്ങനെ വായിക്കുന്നത്. ആൻഡ് ഏതാണ്? ട്രിപ്പിൾ റൂം എത്രയാണ്? 150% ഓഫ് ഏതാണ്? സിംഗിൾ റൂം. ഫോർ എക്സാമ്പിൾ, സിംഗിൾ റൂം റെന്റ് 1000 ആണെങ്കിൽ ഡബിൾ റൂം റെന്റ് എത്രയായിരിക്കും? 1250. ട്രിപ്പിൾ റൂം റെന്റ് ആയിരിക്കും എത്രയായിരിക്കും? 1000. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി വളരെ സിമ്പിളാണ്. വാരിയബിൾ കോസ്റ്റും ഏതും തന്നിട്ടുണ്ട്, ഫിക്സ്ഡ് കോസ്റ്റും തന്നിട്ടുണ്ട്. കണ്ടില്ലേ? വാരിയബിൾ കോസ്റ്റ് എത്ര? പറ. സിംഗിൾ റൂമിൻ്റെ 220 പെർ ഡേ, 340 പെർ ഡേ, 400. അഥവാ നമ്മൾ കോസ്റ്റ് അല്ലെങ്കിൽ കുറേ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണ്ടായിരുന്നു. ഇവിടെ ഒന്നും വേണ്ട, അത് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ടിസ്റ്റ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്? റൂം റെൻറ്റ്, ഈക്വലൻ്റ് റൂം റെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മനാർ ലോഡ്ജിങ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു പേരില്ല, അത്ര ഒന്നും ഇല്ല. ഫിക്സ്ഡ് കോസ്റ്റും തന്നിട്ടുണ്ട്, പെർ ഡേ ആണ് തന്നിട്ടുള്ളത്. ഓക്കെയാണോ? ദ ഹോളിഡേ ഹോം റെന്റ് ത്രൂ ഔട്ട് ദ ഇയർ ആണ്. അപ്പോൾ ഒരു വർഷം 365 ദിവസം വരെ ചെയ്യുന്നുണ്ട്. ഇവരുടെ മാർജിൻ 20% ഓണേരാണ്, റൂം റെന്റ് ആണ്. അപ്പോൾ കോസ്റ്റ് എത്ര ആയിട്ട് എടുക്കണം? 80% ആയിട്ട് എടുക്കുന്ന നമ്മുടെ പരിപാടി. കാൽക്കുലേറ്റ് റെന്റ് ചാർജബിൾ ടു ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് സ്യൂട്ട്. അഥവാ റൂം, ഡബിൾ റൂമിൻ്റെ, സിംഗിൾ റൂമിൻ്റെ, ട്രിപ്പിൾ റൂമിൻ്റെ ഒക്കെ വേറെ വേറെ തന്നെ എന്ത് ചെയ്യണം? കാണണം. ക്ലിയർ? ശ്രദ്ധിക്കാം. നമ്മൾ റൂം ഡേയ്സ് എന്നൊരു കോൺസെപ്റ്റ് പോകാം. റൂം ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? റൂമിലെ ആളുകൾ ദിവസം. ഓക്കെ അല്ലേ? ഇപ്പം ഞാനൊരു ഹോട്ടൽ നടത്തുന്നുണ്ട്, 10 റൂമുണ്ട്. 10 റൂം. എത്ര റൂമുണ്ട്? 10 റൂം. ഒരു ദിവസം എത്ര ആളുണ്ടായിരുന്നു? എത്ര പേരുണ്ടായിരുന്നു? എത്ര റൂം ഓക്യുപ്പൻസി ചെയ്തു? 5. അപ്പോൾ റൂം ഡേയ്സ് കാണുമ്പോൾ എത്ര കണ്ടത്? 5 ഇൻറ്റു എത്രയാണ്? 5. ഓക്കെ അല്ലേ? അത് 50% ഇക്വിപ്പൻസി അല്ലെ? 10 ഇൻറ്റു 5 ഇൻറ്റു 50%. ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പം മൾട്ടിപ്ലൈ ചെയ്താൽ റൂം ഡേയ്സ് കിട്ടാം. റൂമിനെ അതിൻ്റെ ഒക്യുപ്പൻസി പെർസെൻറ്റേജ് വെച്ചിട്ട്. അപ്പോൾ എത്ര വരാം? 200 അല്ലേ സിംഗിള്? അതിൽ 80% ഒക്യുപ്പൻസി. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ 200ന് 80% പറഞ്ഞാൽ എത്ര റൂമിൽ ആളുണ്ടാവും? 200ന് 80% എത്ര? 160 റൂമിൽ എന്തുണ്ടാവും? ആളുണ്ടാവും. 200 റൂമുണ്ട്, പക്ഷെ 160 റൂമിൽ ഒക്യുപ്പൈഡ്. അങ്ങനെ 365 ദിവസം പറഞ്ഞാൽ 58, 400. അതേപോലെ 100 80%, 60 80%. 80 അല്ലല്ലോ, 60 അല്ലേ? 60. കാൽക്കുലേഷൻ കറക്റ്റ് നമുക്ക് അല്ല, കാൽക്കുലേഷൻ മിസ്സാവരുത്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേഷൻ റെഡിയാവും. ആവുമ്പോഴത്തേക്കിന് ഇരിക്കല്ലേ നോക്ക്. അപ്പോൾ 1013 എത്രയാണ്? അമ്മീന് ആവും. ഇങ്ങനെ ഇടിക്കില്ല, ആവൂലേ? ആവും. 13. ക്ലിയർ? അപ്പോൾ കിട്ടി. അപ്പോൾ റൂം ഡേയ്സ് കിട്ടിയില്ലേ?
ഈ റൂം ഡേയ്സ് വെച്ച് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? കോസ്റ്റ്. കാരണം 220 പെർ ഏതാണ്? റൂം ഡേ ആണ്. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ പെർ ഡേ ആണ്. പെർ ഡേ പറയുമ്പോൾ വാരിയബിൾ കോസ്റ്റ് എപ്പോഴും ഉണ്ടാവുള്ളൂ? ആളുണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സിംഗിൾ റൂമിൽ മൊത്തം എത്ര സിംഗിൾ റൂം ഉണ്ട്? ശരിക്കും ഇങ്ങനെ പറഞ്ഞോടെ 200 × 365 അല്ലേ? അപ്പം എത്ര ആൾക്ക് എന്ത് ചെയ്യും? ഒരു വർഷം താമസിക്കാം. ഒരാൾ വന്ന് ഒരു ദിവസം താമസിച്ച് പോവുകയാണെങ്കിൽ അതിൽ 2 ഉണ്ടാവും, നോക്കണ്ട, അങ്ങനെ വിചാരിക്കാം. അപ്പം എത്ര? 200 × 365 എത്ര വരിക? 73,000. അപ്പം 73,000 ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിംഗിൾ റൂമിൽ താമസിക്കാൻ പറ്റും ഒരു വർഷം മൊത്തട്ടാ. പക്ഷെ എത്ര ആളെ താമസിച്ചിട്ടുള്ളൂ? 80%. എത്ര വന്നിട്ടുള്ളൂ? 58,400. അപ്പോൾ 58,400 വരുമ്പോൾ ഒരാൾക്ക് എത്ര രൂപ വാരിയബിൾ കോസ്റ്റ് സിംഗിൾ റൂമിന് വരും? 220. അങ്ങനെ ഓക്കെ അല്ലേ? ഡബിൾ റൂമിൻ്റെ ഒക്കെ കോസ്റ്റ് അങ്ങനെ ഉണ്ട്. അങ്ങനെ. ഇനി ഫിക്സ്ഡ് കോസ്റ്റ് ശ്രദ്ധിച്ചാൽ 48,200 120. ഓക്കെ അല്ലേ? 240. അങ്ങനെ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് എത്ര വന്ന്? 46,27,200. 462 ഏതാണ് അല്ലേ? 4,62,52,52. ഓക്കെ. പിന്നെ ഇത് 80% മനസ്സിലായിട്ടുണ്ടാവും. പ്രോഫിറ്റ് 20% ആണ്, 80% അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ റൂം റെന്റ് കിട്ടി. എത്ര കിട്ടി? 5,78,16,000. ഇനിയാണ് മെയിൻ സാധനം. ഏത്? റൂം റെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? റൂം റെന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേ ശ്രദ്ധിക്കാം, 2 മെത്തേഡ് ഉണ്ട് ഇവിടെ. മെത്തേഡ് 1 ഉണ്ട്, പിന്നെ അടുത്ത മെത്തേഡ് ഏതാണ്? 2 ഉണ്ട്. ഒന്ന് ഈക്വലൻ്റ് ബേസിൽ, മറ്റൊരു ബേസ്. മറ്റൊരു ബേസ് പറയുമ്പോൾ എന്താ കാണിച്ചാൽ, ഈ ഈക്വലൻ്റ് ബേസാണ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് ഞാൻ പിന്നെ പറയാം. ഇതാദ്യം പറയാം, ഏകദേശം നിങ്ങൾക്ക് ഏറ്റെടുക്കാം. ആദ്യം സിംഗിൾ റൂമിൻ്റെ റെൻ്റ് അറിയുമായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു അല്ലേ? പക്ഷെ അറിയില്ല. അതിന് നമ്മൾ എന്തായിട്ട് എടുത്താൽ മതി? എക്സ്. അപ്പോൾ ഡബിൾ റൂമിൻ്റെ റെൻ്റ് സിമ്പിളാണ്. എങ്ങനെ? എക്സിൻ്റെ 125%. അപ്പോൾ എങ്ങനെ വരും? 1.125x. അപ്പോൾ ഇവിടെ 1x ആണെങ്കിൽ ഇവിടെ 1.25x. ട്രിപ്പിൾ റൂമിൻ്റെ 150%, അപ്പോൾ 1.50x. സിമ്പിൾ അല്ലേ? അല്ലടാ. ഇനി നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം? ഈ റൂം ഡേയ്സ് ഇല്ലേ, അതിനൊക്കെ സമ്പതി ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയേക്കാം, ഇതല്ലേ റൂം ഡേയ്സ് അല്ലേ, ഇതൊക്കെ കൂടെ ആഡ് ചെയ്തിട്ട് ഈ എമൗണ്ട് ഇല്ലേ ടോട്ടൽ റൂം റെന്റ് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദ്യം. പറ്റില്ല. കാരണം എന്താ? ഇതൊക്കെ ഒരേ എന്തല്ല പെർസെൻറ്റേജ് ഉള്ളതല്ല. ഓക്കെ, ഇതിന് ഓരോന്നിനും ഒരേ പെർസെൻറ്റേജ് ആണ്. കാരണം എല്ലാം എന്തല്ല, എടാ സിംഗിൾ റൂമിനും ഡബിൾ റൂമിനും ഒരേ റൂം റെൻ്റാണോ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് അങ്ങ് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് പറ്റില്ല. അപ്പോൾ നമ്മൾ ഈക്വലൻ്റിലേക്ക് കൺസെപ്റ്റ് വരികയാണ്. അപ്പോൾ 58,400 ഇൻറ്റു ഏതാണ്? 1x. കുഴപ്പമില്ല. എത്ര വരാം? 58,400x. അടുത്ത് പറയും 29,200 ഇൻറ്റു എത്രയാണ്? 1.25x. അപ്പോൾ എത്ര വരും? മൾട്ടിപ്ലൈ ചെയ്തു. 1.25 × 29,200 36,500x. അടുത്ത 1.50 ഇൻറ്റു എത്രയാണ്? 13,140. 13,140 ഇൻറ്റു 1.50 ചെയ്യുന്നില്ല പലരും. 13,140 ഇൻറ്റു 1 എത്രയാ? 19,210. എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എമൗണ്ട്, എല്ലാം കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന ടോട്ടൽ, ഇതൊക്കെ കൂടെ ആർക്ക് കൊടുക്കാനുള്ളതാണ്? ഈ ടോട്ടൽ റൂം റെൻ്റാണ്. ഓക്കെ അല്ലേ? ഇതൊക്കെ കൂടിയിട്ട് ആരിൽ നിന്ന് കളക്ട് ചെയ്യാനുള്ളതാണ് ടോട്ടൽ. അപ്പോൾ എത്രയാണ്? 57,5,78,10,000. ഞാൻ അങ്ങനെ സോൾവ് ചെയ്ത് വന്നാൽ എക്സിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ക്ലിയർ? സോൾവ് ചെയ്ത് വന്നാൽ പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 11,46,10 ഇൻറ്റു എക്സ്. എക്സ് ഈസ് ഈക്വൽ ടു ഡിവൈഡ് ചെയ്താൽ 504.46. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സിംഗിൾ റൂം റെൻ്റാണ്. പിന്നെ ഇനിയിപ്പോൾ എളുപ്പമില്ലേ, ഡബിൾ റൂം റെൻ്റ് എങ്ങനെ കാണാം? ഈ 504 എത്ര ശതമാനം? 125%. ഈ 504 എത്ര ശതമാനം? 150%. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. ഇത് മേ ബി നിങ്ങൾ ഇപ്പോൾ കണ്ടതാവും. ഞാൻ നോർമൽ ക്ലാസ്സിൽ ഇത് എന്ത് ചെയ്യാറില്ല. ഓക്കെ അല്ലേ? യെസ്, ക്ലാസ് റൂമിൽ ചെയ്യുന്ന ഈക്വൽ ഡേയ്സ്. ഇത് ഏതാണ്? സിംഗിൾ റൂം റെൻ്റ്. 58,400 എത്ര പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ? എത്ര വിചാരിക്കാം? 100. ഇതെന്താ 100 റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എന്താണ്?
ഇത് 100 രൂപയാണെന്നുണ്ടെങ്കിൽ മറ്റേന് എത്ര രൂപയാണ്? 125. ഇവിടെ എത്ര? 150. വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ 58, 400, 36, 500, 19, 710. ഈക്വലൻ്റ് റൂം ഡേയ്സ് എത്ര വരും? 11, 46, 10. അങ്ങനെ ഡിവൈഡ് ചെയ്ത് 504 വരും. ഈ 11, 46, 10 അല്ലേ ഇവിടെ കണ്ടിട്ടുള്ളത്? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഏത് വേണമെങ്കിലും ചെയ്യും. ക്ലിയർ? അപ്പോൾ കിട്ടുന്ന 504 ഈ 504 പിന്നെ ഇവിടെ ചെയ്ത പോലെ എന്ത് ചെയ്യേണ്ടി വരും? സിംഗിളും ഡബിളും ട്രിപ്പിളും ഒക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? ക്ലിയർ? ഇനി ആർക്കെങ്കിലും ചിലപ്പോൾ ഒരു ഡൗട്ട്, ചിലർ ചോദിക്കും, സാറേ ഇതിനെ ആഡ് ചെയ്താൽ പോരെ? പറ്റുമോ? ഇല്ല. ഓക്കെ അല്ലേ? നമ്മൾ ക്ലാസ് റൂമിലേക്ക് ചെയ്തിട്ടൊരു തെറ്റായിട്ടാണ് ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. ഇതിനെ ആഡ് ചെയ്താൽ എന്താ ഉണ്ടാവുക അറിയോ? നിങ്ങൾക്ക് ടോട്ടലി എമൗണ്ട് റിക്കവർ ചെയ്യാൻ പറ്റില്ല. 5,76,78,16,000 റിക്കവർ ചെയ്യണ്ടേ? അതിന് അങ്ങനെ ചെയ്താൽ പറ്റില്ല. കാരണം എല്ലാത്തിനും നിങ്ങൾ ഒരേ എമൗണ്ടാണ് മേടിക്കാൻ പോകും. ദാറ്റ്സ് ഓൾ. അടുത്തത് നമ്മുടെ ഫേവറേറ്റ് സാധനം ഏതാ? കോൺട്രാക്ട് ക്വസ്റ്റ്യൻ വായിക്കാം. ഒന്ന് വായിച്ചാൽ അത് ചെറിയൊരു സമയമില്ല, 2 മിനിറ്റ്. പെട്ടെന്ന് വായിക്കും പ്ലീസ്. വായിക്കും. നമ്മൾ ക്ലാസ്സിൽ ചെയ്തൊരു സാധനം അല്ലേ? യെസ്. ഗ്രേറ്റ്. ഇപ്പം നേരത്തെ ചെയ്തതിൻ്റെ സിമിലർ സാധനം. സെയിം അല്ലല്ലോ? ഓക്കെ. ഞാനത് റെക്കോർഡിംഗ് പർപ്പസിന് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ. ഒരുമിച്ച് പറയാല്ലേ? മെറ്റീരിയൽ കോസ്റ്റ്. അപ്പോൾ ഇത് ഏതാണ്? ഞാൻ നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? സിമിലർ ടു 2024 ഏതാണ്? ഡിസംബർ. ഓക്കെ അല്ലേ? കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എവിടെ പോയാൽ മതി? ആ വീഡിയോ കണ്ടാൽ മതി. തൽക്കാലം ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുവിടാം. എന്നാണ് കോൺടാക്ട് കമൻറ്റ്സ് എൻഡ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നോർമലി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് മാർച്ചിലാണ്, ജൂലൈ ആണ് അല്ലേ? അപ്പോൾ എത്ര മാസം തന്നെ? 9 മാസം തന്നെ. പിന്നെ മെറ്റീരിയൽ 2,51,000, പിന്നെ 5,65,400, പിന്നെ 81,300. ഓക്കെ. അങ്ങനെയൊക്കെ ചെയ്തു. മെറ്റീരിയൽ എഴുതി, ലേബർ എഴുതി, ഫോർമാൻ സാലറി എങ്ങനെ കാണുമെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് തന്നോളെ. 8,000 ഇൻറ്റു എത്രയാണ്? 12 9 ഇൻറ്റു 1/2 എത്ര വരും? 36,000. എക്സാക്ട്ലി. അടുത്ത ഡിപ്രീസിയേഷൻ കാണും. എത്ര? 2,60,000 മൈനസ് 15,000 ഡിവൈഡ് ബൈ 7. പിന്നെ 2/5 ഓഫ് ദ ഇയർ ആണ് ഇവിടെ ഉപയോഗിച്ചുള്ളത്. അപ്പോൾ ഇൻറ്റു 2/5 എത്ര വരും? 14,000. പിന്നെ കോണ്ടാക്ട് ഓൾ അതർ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. മെറ്റീരിയൽ സൈറ്റിൽ വന്നിട്ടുണ്ട് 35,400. മെറ്റീരിയൽ സൈറ്റ് ഇതൊക്കെ എമൗണ്ട് അല്ലേ ഉള്ളൂ? സെയിം എമൗണ്ട് അല്ലേ ഇത്? സെയിം ക്വസ്റ്റ്യനാണ്. ഓക്കെ, സെയിം. ഓക്കെ. അപ്പോൾ പിന്നെ നോഷൻ പ്രോഫിറ്റ് എഴുതി. നോഷൻ പ്രോഫിറ്റ് എന്ത് ചെയ്തു? ബ്രോഡ് ഓൺ ചെയ്തു. പിന്നെ ബ്ലാ 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 ബ്ലാ. ഓക്കെ അല്ലേ? എമൗണ്ട് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം? ട്രാൻസ്ഫർ ടു P&L. അത് കാണാൻ എന്താണ് ഇക്വേഷൻ? വർക്ക് സർട്ടിഫൈഡ് ഡിവൈഡ് ബൈ കോൺട്രാക്ട് പ്രൈസ് ഇൻറ്റു 100. ക്ലിയർ? യെസ്. പിന്നെ നമ്മൾ ഏത് കാണണം? അൺസർട്ടിഫൈഡ് കാണണം അല്ലേ? ഓക്കെ അല്ലേ? യെസ്.